സൗരയൂഥത്തിന്റെ പുറം ഗ്രഹങ്ങളിലേക്ക് യാത്ര പോകാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ കോസ്മിക് അയൽപക്കത്തെ ഏറ്റവും വിചിത്രമായ ഗ്രഹം പര്യവേഷണം ചെയ്യാൻ ഒരു ബഹിരാകാശ പേടകവും ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്തിറങ്ങാൻ മഞ്ഞു മൂടിയതും അക്രമാസക്തമായതും ദുർഗന്ധം വമിക്കുന്നതുമായ ഒരു സാഹസികതയ്ക്ക് അണിനിരക്കുക. കാരണം നിങ്ങളുടെ ദൗത്യം യുറാനസിൽ 5 സെക്കൻഡ് ചെലവഴിക്കുക എന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചു വരാം, കഴിയുമെങ്കിൽ മാത്രം. യുറാനസിലേക്കുള്ള യാത്ര ഒരു ദീർഘവും വിചിത്രവുമായിട്ടുള്ള യാത്രയായിരിക്കും. ഒന്നാമതായി, സൗരയൂഥത്തിൻ്റെ ഭ്രാന്ത പ്രദേശത്തേക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബഹിരാകാശ കപ്പലിൽ നീണ്ട 10 വർഷം ചെലവഴിക്കേണ്ടി വരും. ഭാഗ്യമുണ്ടെങ്കിൽ വാതക ഭീമന്മാരായ വ്യാഴത്തെയും ശനിയെയും കടന്നു പോകാം. യാത്രയ്ക്ക് ഒരുങ്ങും മുൻപ് എന്തെല്ലാം വേണോ അതെല്ലാം നിങ്ങൾക്ക് കയ്യിൽ കരുതാം. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും. ഏകദേശം 10,000 മൈക്രോവേവ് ചെയ്യാവുന്ന ഭക്ഷണം മതിയാകും ഒരു വിദൂര ഗ്രഹത്തിലേക്കുള്ള 1 വേ യാത്രയ്ക്ക് മാത്രമായി. പിന്നെ തിരിച്ചുള്ള യാത്രയെക്കുറിച്ച് അറിയും മുൻപ് നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ച്, അതായത് യുറാനസിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. യുറാനസ് ഭൂമിയെ പോലെ ഒരു പാറ ഗ്രഹമല്ല. ഇത് നമ്മുടെ നെപ്റ്റ്യൂണിനെ പോലെ ഒരു ഐസ് ഭീമനാണ്. കൂടാതെ മുഴുവൻ സൗരയൂഥത്തിൽ നിന്നും വ്യത്യസ്തമായി അത് അതിൻ്റെ വശത്തേക്ക് കറങ്ങുന്ന ഒരേ ഒരു ഗ്രഹവും, അതും വേഗത്തിൽ കറങ്ങുന്നു. യുറാനസിലെ ഒരു ദിവസം വെറും 17 ഭൗമ മണിക്കൂർ മാത്രമാണ്. തീർച്ചയായും അവിടെ നിങ്ങൾക്ക് അധികകാലം നിലനിൽക്കാൻ കഴിയുകയില്ല. ഇനി നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഭീമാകാരമായിട്ടുള്ള നീല ഗ്രഹത്തോടടുക്കാൻ നിങ്ങൾക്ക് ഇനിയും കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് യുറാനസിന്റെ വളയങ്ങളെ തരണം ചെയ്യണം. അതെ, യുറാനസിന് വളയങ്ങളുണ്ട്, ഏകദേശം 13 വളയങ്ങൾ വരെ. എന്നാൽ അത് നമ്മുടെ ശനിയുടെ വളയങ്ങളെ പോലെ മനോഹരവും വലുതുമല്ല. മാത്രവുമല്ല, പുറം വളയങ്ങൾ തെളിച്ചമുള്ളതും കണ്ടെത്താൻ എളുപ്പവുമാണ്. എന്നാൽ അകത്തെ വളയങ്ങൾ ഇടുങ്ങിയതും ഇരുണ്ടതുമാണ്. സോ യാത്രയുടെ ഈ ഭാഗം വളരെ ജാഗ്രതയോടുകൂടെ മുന്നേറേണ്ടതാണ്. യുറാനസിന്റെ പൊടിപടലങ്ങൾക്കിടയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി അതിൻ്റെ മഹത്തായ നീല അന്തരീക്ഷം നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അല്പസമയം ആ കാഴ്ച ആസ്വദിക്കാം. ഓഹ്, യുറാനസ് എന്തൊരു വിചിത്ര ഗ്രഹമല്ലേ! ഇതിൽ ശരിക്കും ഉപരിതലമില്ലാത്തൊരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ യുറാനസിൽ ഇറങ്ങാൻ കഴിയുകയുമില്ല. ഇതിൻ്റെ മഞ്ഞുമൂടിയ കാമ്പ് വിഷവാതകങ്ങളുടെ കറങ്ങുന്ന ഒരു പന്താണ്. യുറാനസിൻ്റെ വാതകങ്ങൾ എന്തുകൊണ്ടാണ് വിഷലിപ്തമാണെന്ന് പറയാം. അതിനു മുൻപ് യുറാനസിന് ഒരു നീല നിറമുണ്ട്, പക്ഷേ അത് തണുത്തതും വിഷലിപ്തവുമാണ്. അതുമല്ല, ഇവിടെ നല്ല തണുപ്പാണ്, നമ്മളെ തന്നെ മരവിപ്പിക്കുന്ന തണുപ്പ്. ഏകദേശം -224 ഡിഗ്രി സെൽഷ്യസ് വരെയാണത്. ഇനി നിങ്ങൾ 54.4 മിനിറ്റിനുള്ളിൽ മഞ്ഞു മൂടിയ കാമ്പിലെത്തും. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും യുറാനസിന്റെ ഗന്ധം. അതെ, യുറാനസിന്റെ ദുർഗന്ധത്തിന് കാരണം അന്തരീക്ഷത്തിലെ മേഘങ്ങൾ ഭാഗികമായി ഹൈഡ്രജൻ സൾഫൈഡ് കൊണ്ട് നിർമ്മിതമാണ് എന്നതാണ്. ഈ സംയുക്ത ഗ്രഹത്തെ ദുർഗന്ധം വമിപ്പിക്കുക മാത്രമല്ല ഇത് ചെയ്യുന്നത്, അത് വളരെ വിഷലിപ്തവുമാക്കുന്നു. എന്തുതന്നെയായാലും അത് ശ്വസിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ശ്വസിച്ചാൽ നിങ്ങൾ തൽക്ഷണം മരിച്ചു പോകും. ഇനി അന്തരീക്ഷത്തിലെ ദുർഗന്ധം വമിക്കുന്ന മേഘങ്ങൾക്കിടയിലൂടെ വീണാൽ 82% ഹൈഡ്രജൻ, 15% ഹീലിയം, അല്പം മീഥേൻ എന്നിവയുടെ മിശ്രിതത്തിൽ നിങ്ങൾ എത്തും. സ്പെക്ട്രത്തിൻ്റെ ചുവന്ന അറ്റത്ത് പ്രകാശം ആഗിരണം ചെയ്യുന്നതിനാൽ യുറാനസിനെ നീല കലർന്ന പച്ച മൂടൽമഞ്ഞ് നൽകുന്നു. അത് മീഥേനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ മേഘങ്ങൾ അല്പം വിചിത്രമാണ്, ഒരുതരം ഫ്ലോട്ടിയാണ്. ഇപ്പോൾ യുറാനസിൻ്റെ അന്തരീക്ഷം വളരെ സാന്ദ്രമാണ്. അതിൻ്റെ മുകളിലെ പാളിയിലൂടെ കടന്നു പോയ ശേഷം നിങ്ങൾ വീഴുന്നത് നിർത്തി പകരം അതിൽ നീന്താൻ തുടങ്ങും. നിങ്ങൾ വളരെ ഡീപ്പിലെത്തുമ്പോൾ ഫ്രോസൺ ഗ്യാസസ് നിങ്ങളുടെ മേലെ തട്ടുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള താപനില -208 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നിട്ടുണ്ടാവും. താഴ്ന്ന അന്തരീക്ഷത്തിൽ -153 ഡിഗ്രി സെൽഷ്യസ് പ്രതീക്ഷിക്കാം. പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ചുറ്റും മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായിരിക്കും അത്? അത് വജ്രമഴയാണ്. അതെ, യുറാനസിൽ വജ്രമഴ പെയ്യുന്നു.
കാരണം യുറേനിയൻ അന്തരീക്ഷത്തിൽ മീഥെയ്ൻ, കാർബൺ സംയുക്തങ്ങൾ ധാരാളമുണ്ട്. കടുത്ത സമ്മർദ്ദത്തിൽ മീഥെയ്ൻ തന്മാത്രകൾ വിഘടിച്ച് വജ്രങ്ങളായി മാറുന്നു. എന്നാൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം അവിടുത്തെ കാറ്റാണ്. ഏകദേശം 900 km/h എന്ന വേഗതയിൽ വീശുന്ന കാറ്റിനെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഇത് ഭൂമിയിലെ കാറ്റഗറി നമ്പർ 5 ചുഴലിക്കാറ്റിനേക്കാൾ ഏകദേശം 3.5 മടങ്ങ് ശക്തമാണ്. ഈ ഒരു പ്രദേശത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ടൈറ്റായിട്ട് ഫീലാകും. അതുമാത്രമല്ല, ശ്വസിക്കുമ്പോൾ ഒരു കഴുതയുടെ മണം അല്ലെങ്കിൽ അനിമൽസിൻ്റെ മണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും ഭൂമിയുടെ സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ 100 മടങ്ങ് കൂടുതലാണ് അവിടുത്തെ മർദ്ദം. ദെൻ നിങ്ങൾ അതിൻ്റെ മാൻറ്റിൽ അല്ലെങ്കിൽ ആവരണത്തെ സമീപിക്കാൻ പോകുകയാണ്. നല്ലൊരു വാർത്ത എന്തെന്നാൽ യുറാനസിൽ ഖരപദാർത്ഥങ്ങൾ ഇല്ലാത്തതിനാൽ നിങ്ങൾ ഒന്നിലും തന്നെ തട്ടി താഴെ വീഴുകയില്ല. യുറാനിയൻ മാൻറ്റിൽ ജലം, അമോണിയ, മീഥെയ്ൻ, ഐസ് എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ നല്ല കറുപ്പായിരിക്കും. അങ്ങേയറ്റത്തെ ഗുരുത്വാകർഷണവും അനുഭവപ്പെടും. അപ്പോഴും അവിശ്വസനീയാം വിധം തണുപ്പായിരിക്കും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ ഗ്രഹത്തിൻ്റെ കേന്ദ്രത്തോടടുക്കുമ്പോൾ ഉണ്ടാവുന്ന വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെക്കുറിച്ചാണ്. നിങ്ങൾ കോറിൽ എത്തുന്നതിന് മുൻപ് തന്നെ അത് നിങ്ങളെ തളർത്തും. യുറാനസ് നിങ്ങളുടെ ബോഡിയെ ക്രഷ് ചെയ്യും. ഈ ഒരു എക്സ്ട്രീം പ്രഷർ അന്തരീക്ഷം നിങ്ങളുടെ കാർബൺ ബേസ്ഡ് ബോഡിയെ ഡയമണ്ടാക്കി മാറ്റും. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ കോറിലേക്ക് വീണുകൊണ്ടിരിക്കും. നമ്മുടെ സൗരയൂഥം വളരെ വലുതാണ്. യുറാനസിനേക്കാൾ 5 സെക്കൻഡ് ആതിഥ്യമരുളുന്ന നിരവധി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. അടുത്തതായി നിങ്ങൾക്ക് എവിടെ പോകണം? കമൻറ്റ് ബിലോ.